എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 8ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റ് ആയ വർഗ സമവാക്യങ്ങൾ, അതായത് സ്ക്വയർ ഐഡന്റിറ്റീസ് എന്ന പാഠഭാഗത്തിലെ പേജ് 45 ചോദ്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിന് 3 പാർട്ടുണ്ട്. അത് നമുക്ക് ആദ്യം ചോദ്യം വായിക്കാം. ഒന്നാമത്തെ ചോദ്യം, ഒറ്റസംഖ്യകളുടെ എല്ലാം വർഗങ്ങളും ഒറ്റസംഖ്യകളാണ്. രണ്ടാമത്തെ ചോദ്യം, ഏത് ഒറ്റസംഖ്യകളുടെയും വർഗത്തെ 4 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന മിച്ചം 1 ആണ്. മൂന്നാമത്തെ ചോദ്യം, ഏത് ഒറ്റസംഖ്യകളുടെയും വർഗത്തെ 8 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന മിച്ചം 1 ആണ്. നമുക്ക് ഓരോന്നായിട്ട് ചെയ്തു നോക്കാം. ആദ്യത്തേത്, ഒറ്റസംഖ്യകളുടെ എല്ലാം വർഗങ്ങൾ ഒറ്റസംഖ്യയാണ്. അത് നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒറ്റസംഖ്യകൾ അറിയാം. ആദ്യം നമുക്ക് കുറച്ച് ഒറ്റസംഖ്യകൾ എഴുതാം. 1, 3, 5, 7, 9 ഇതെല്ലാം ഒറ്റസംഖ്യയാണ്. ഇനി ഈ ഒറ്റസംഖ്യകളുടെ വർഗം നമുക്ക് ചെയ്തു നോക്കാം. വർഗം എന്ന് പറഞ്ഞാൽ ആ സംഖ്യ കൊണ്ട് ഗുണിക്കുന്നതാണ്, അല്ലെ? നമ്മൾ ഒന്നാമത്തെ ലെസണിൽ പഠിച്ചു. 1ന്റെ സ്ക്വയർ 1, 3ന്റെ സ്ക്വയർ 9, 5ന്റെ സ്ക്വയർ 25, 7ന്റെ സ്ക്വയർ 49, 9ന്റെ സ്ക്വയർ 81. ഇങ്ങനെ പോകുന്നു ഇതിന്റെ ഈ ഒറ്റസംഖ്യകളുടെ എല്ലാം വർഗങ്ങൾ. അപ്പൊ നമുക്ക് കിട്ടിയ വർഗങ്ങളെല്ലാം നോക്കിയേ. 1, 9, 25, 49, 81 ഇതെല്ലാം ഒറ്റസംഖ്യകളാണ്. അപ്പൊ നമ്മൾ ഇവിടെ ആദ്യം എഴുതിയത് ഒറ്റസംഖ്യകൾ, അവയുടെ വർഗങ്ങളും ഒറ്റസംഖ്യകളാണ്. അപ്പൊ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, അല്ലെ? ഒറ്റസംഖ്യകളുടെ എല്ലാം വർഗങ്ങളും ഒറ്റസംഖ്യകളാണ്. അപ്പൊ അതിന് ശരിയായ വിശദീകരണം നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നത്. അപ്പം ഒറ്റസംഖ്യകളുടെ ബീജഗണിത രൂപം ഇതാണ്. 7ാം ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. ആദ്യം എണ്ണൽ സംഖ്യകളിൽ നിന്ന് തുടങ്ങാം. ഇതാണ് നമ്മുടെ എണ്ണൽ സംഖ്യ. എണ്ണൽ സംഖ്യകൾക്ക് n എന്ന് കൊടുക്കാം. എന്താ കൊടുക്കുക? എണ്ണൽ സംഖ്യകൾക്ക് n എന്ന് കൊടുക്കാം. ഈ എണ്ണൽ സംഖ്യകളെ ഞാൻ 2 കൊണ്ട് ഗുണിക്കുന്നു. 2 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര വരും? 1 2 2, 1 2 2, ഈ 2 4, എല്ലാത്തിനും 2 കൊണ്ട് ഗുണിക്കുന്നു. 3 2 6, 4 2 8, I 2 10. അപ്പം ആദ്യം എണ്ണൽ സംഖ്യകൾ 1 2 3 4 എന്ന് എടുത്തു. അതിനെല്ലാം 2 കൊണ്ട് ഗുണിച്ചപ്പോൾ ഇതിന്റെ ഇരട്ടിയായി, അല്ലെ? അതിന്റെ ഇരട്ടിയായി. അപ്പൊ ഇതിന് നമുക്ക് എന്ത് കൊടുക്കാം? 2 എന്ന് കൊടുക്കാം. എന്താ കൊടുക്കാം? 2. നെ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 2 ആണ് കിട്ടിയത്. ഇനി ഈ 2ന്റെ കൂടെ 1 കൂട്ടിയാൽ ഇതിനെല്ലാത്തിനും 1 കൂട്ടുകയാണ്. അപ്പൊ 1 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഇത് 2 എന്തായിട്ട് മാറും? 3 ആയിട്ട് മാറും, 4 5 ആയിട്ട് മാറും, 6 7 ആയിട്ട് മാറും, 8 9 ആയിട്ട് മാറും, 10 11 ആയിട്ട് മാറും. 1 2 3 4 ഡാഷ് സംഖ്യകളെ ഞാൻ n എന്ന് കൊടുത്തു. അപ്പൊ ഈ n-നെ എല്ലാം എണ്ണൽ സംഖ്യകൾ, നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ ഇതിനെല്ലാം 2 കൊണ്ട് ഗുണിച്ചപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 2 4 6 8 10 ഡാഷ്. n-നെ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ 2n ആയിട്ട് മാറി. ഇവയെല്ലാം ഇരട്ടസംഖ്യകളുമായി. ഇനി ഇതിനെ ഞാൻ ഈ ഇരട്ടസംഖ്യകളോട് ഞാൻ 1 കൂട്ടുന്നു. എല്ലാ സംഖ്യകളോടും 1 കൂട്ടിയപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 3 5 7 9 11 ഇങ്ങനെ. അപ്പം 2n-ന്റെ കൂടെ ഞാൻ 1 കൂട്ടിയിരിക്കുക. 2n-ന്റെ കൂടെ 1 കൂട്ടിയപ്പോഴാണ് എനിക്ക് ഏത് രൂപത്തിൽ വന്നത്? 3 5 7 9 11 എന്ന രൂപത്തിൽ വന്നു. അപ്പം ഒറ്റസംഖ്യകളുടെ ബീജഗണിത രൂപം എന്തോ കിട്ടി? 2n + 1. ഒറ്റസംഖ്യകളുടെ ബീജഗണിത രൂപം നിങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്തായിട്ട് മാറി? 2n + 1 മാറി. ഇനി നമുക്ക് ഓരോ വിലകളും കൊടുക്കാം. n-ന് ഇപ്പൊ 1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 3 തൊട്ടാ തുടങ്ങുന്നത്. 3-ന് മുമ്പ് ഒരു ഒറ്റസംഖ്യ ഉണ്ടല്ലോ, ഏതാണ്? 1. അതുകൊണ്ട് നമുക്ക് n-ന് 0 തൊട്ടുള്ള വിലകൾ കൊടുക്കാം. n 0 ആകുമ്പോൾ 1 കിട്ടും. ഇനി ഇരട്ട സംഖ്യകളുടെ ബീജഗണിത രൂപം എന്തായിരിക്കും? 2n 2n. ഇരട്ട സംഖ്യകളുടെ ബീജഗണിത രൂപം 2n.
അപ്പൊ ഒറ്റ സംഖ്യകളുടെയും ഇരട്ട സംഖ്യകളുടെയും ബീജഗണിത രൂപം നമുക്ക് കിട്ടി. ഈ ബീജഗണിത രൂപത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ വിശദീകരണം കൊടുക്കേണ്ടത്. ഒറ്റ സംഖ്യകളുടെ എല്ലാ വർഗങ്ങളും ഒറ്റ സംഖ്യയാണ്. ഇനി നമ്മൾക്ക് ഈ ബീജഗണിത രൂപത്തിൽ സ്ക്വയർ എടുക്കാം. നമ്മുടെ ഒറ്റ സംഖ്യകളുടെ ബീജഗണിത രൂപം 2n+1. അതിനെ സ്ക്വയർ ചെയ്യാം. അപ്പൊ a+b². അതായത് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചു x+y². ഒന്നാം പദത്തിന്റെ സ്ക്വയർ പ്ലസ് 2 × 2n × 1 പ്ലസ് 1ന്റെ സ്ക്വയർ. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? 2n² എന്ന് പറയുമ്പോൾ 2നും സ്ക്വയർ ചെയ്യണം, n-നും സ്ക്വയർ. 2ന്റെ സ്ക്വയർ എത്ര? 4. n-ന്റെ സ്ക്വയർ n² പ്ലസ് 2 × 2n × 1. ഈ 2 4, 4n പ്ലസ് 1ന്റെ സ്ക്വയർ 1 എന്നാണ് കിട്ടുന്നത്. അപ്പൊ നമുക്കിവിടെ എന്താണ്? ഇവിടെ നോക്കിക്കേ, ഇതിന്റെ ബീജഗണിത രൂപം 2n+1. അതായത് 2ന്റെ ഗുണിതങ്ങളാണ്. 2ന്റെ ഗുണിതങ്ങളോട് 1 കൂട്ടിയതാണ്. ഇപ്പൊ ഇതിനെ നമുക്ക് ആ രൂപത്തിൽ ആക്കാൻ കഴിയും. 2നെ പുറത്തെടുക്കുക. അപ്പൊ 4n² നമുക്ക് എങ്ങനെ എഴുതാം? 2 × 2 × n². അല്ലെ, 4n². 4n നമുക്ക് എങ്ങനെ എഴുതാം? 2 × 2. അപ്പൊ ഇതിൽ നിന്ന് ഞാൻ ഒരു 2 പുറത്തെടുക്കുകയാണ്. 2 പുറത്തെടുക്കണം. അപ്പൊ ബ്രാക്കറ്റിനകത്ത് എന്ത് വരും? 2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇത് ബ്രാക്കറ്റിനകത്ത് വരും. അല്ലെ, 2 പുറത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിനെ 2 കൊണ്ട് ഹരിക്കുക എന്നാണ്. അപ്പം ബാക്കി വരുന്നത് നമുക്ക് ബ്രാക്കറ്റിനകത്ത് എഴുതാം 2n² പ്ലസ് 4n-ൽ നിന്ന് 2 എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്തുകൊണ്ട്? 2n. 2n പ്ലസ് 1. അപ്പം 2ന്റെ ഇത്രയും ഒരു പദമായിട്ട് എടുക്കാം. 2ന്റെ ഗുണിതങ്ങളോട് 1 കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ഒറ്റ സംഖ്യകളുടെ വർഗം കിട്ടും. അപ്പൊ ഒറ്റ സംഖ്യകളുടെ വർഗം എന്ന് പറയുന്നത് 2ന്റെ ഗുണിതങ്ങളോട് 2 × 2, 2 × 3 ഗുണിതങ്ങളോട് 1 കൂട്ടുന്നത് ഉണ്ടാ, 1 കൂട്ടുന്നതാണ്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാം ഒറ്റ സംഖ്യകളുടെ എല്ലാ വർഗങ്ങളും ഒറ്റ സംഖ്യകളാണ്. മനസ്സിലായില്ല? രണ്ടാമത്തെ ചോദ്യം. ഒന്നാമത്തെ ചോദ്യത്തിലെ രണ്ടാമത്തെ പാർട്ട്. ഏത് ഒറ്റ സംഖ്യയുടെയും വർഗത്തെ 4 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന മിച്ചം 1 മിച്ചം എന്ന് പറഞ്ഞാൽ ശിഷ്ടം 1. ചോദ്യം മനസ്സിലായല്ലോ? അപ്പം ആദ്യം നമുക്ക് ഒറ്റ സംഖ്യകൾ എഴുതാം. 1, 3, 5, 7, 9 ഇങ്ങനെ ഇതെല്ലാം ഒറ്റ സംഖ്യകൾ. ഒറ്റ സംഖ്യയുടെ വർഗത്തെ ഇനി നമുക്ക് വർഗം കാണാം. 1ന്റെ വർഗം 1, 3ന്റേത് 9, 5ന്റേത് 25, 7ന്റേത് 49, 9ന്റേത് 81. അപ്പം ഒറ്റ സംഖ്യകളും എഴുതി, വർഗങ്ങളും. ഇവയെ 4 കൊണ്ട് ഹരിച്ചാൽ, ഈ വർഗങ്ങളെല്ലാം 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1. നമുക്ക് ഈ വർഗങ്ങളെ 4 കൊണ്ട് ഹരിച്ചു നോക്കാം. 9/4, 4 2 8, ശിഷ്ടം 1. 25/4, 6 4 24, ശിഷ്ടം 1. 49നെ 4 കൊണ്ട് ഹരിക്കാം. 1 4 4, 9ല് 4 2 8, ശിഷ്ടം 1. അപ്പൊ ഇവിടെ ഒക്കെ നോക്കിക്കേ, ഇനി 81 ഹരിച്ചാൽ ഇത് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരും. ഇവിടെ ചോദ്യം എന്താണ്? ഏത് ഒറ്റ സംഖ്യയുടെയും വർഗത്തെ 4 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം 1. അപ്പൊ നമുക്ക് 4ന്റെ മൾട്ടിപ്പിൾസ് എടുക്കാം. 4ന്റെ ഗുണിതങ്ങൾ. 4ന്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണ്? 4ന്റെ ഗുണിതങ്ങൾ 4ന്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണ്? 4, 8, 12, 16 ഇങ്ങനെ പോകും. ഈ 4ന്റെ ഗുണിതങ്ങളുണ്ട് എന്താണ്? വർഗത്തെ 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരണം. അപ്പൊ ഇതിപ്പോ ഇതിനെല്ലാം നമ്മള് 4ന്റെ ഗുണിതങ്ങളായതുകൊണ്ട് 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 0 വരുന്നു. ഈ ശിഷ്ടം 1 വേണമെങ്കിൽ ഇതിന്റെ കൂടെ നമ്മൾ എന്ത് കൂട്ടണം? 1 കൂട്ടണം. അപ്പൊ ഈ 4 എന്തായിട്ട് മാറും? 5 ആയിട്ട് മാറും.
ഇത് 9 മാറും, ഇത് 13 മാറും, ഇത് 17 മാറും. ഇനി ഹരിച്ചു നോക്കിക്കേ. 5നെ 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1. 9നെ 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1. 13നെ 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1. അപ്പം 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരുന്ന സംഖ്യകളുടെ ബീജഗണിത രൂപം. അപ്പൊ 4ന്റെ ഗുണിതങ്ങളായതുകൊണ്ട് ഇതിന് നമുക്ക് 4n എന്ന് കൊടുക്കാം. എന്ത് കൊടുക്കാം? 4n. 2ന്റെ ഗുണിതങ്ങളാകുമ്പോൾ 2n, 3ന്റെ ഗുണിതങ്ങളാകുമ്പോൾ 3n, 5ന്റെ ഗുണിതങ്ങളാകുമ്പോൾ 5n. n നമുക്ക് 1, 2, 3 വില കൊടുത്താൽ ഈ സംഖ്യകൾ തന്നെ കിട്ടും. 4 × 1 4, 4 × 2 8, 4 × 3 12. അപ്പൊ ഈ 4ന്റെ ഗുണിതങ്ങളോട് 1 കൂട്ടിയതാണ് ഈ താഴെ എഴുതിയിരിക്കുന്നത്. 4ന്റെ ഗുണിതങ്ങളോട് 1 കൂട്ടിയതാണ് താഴെ എഴുതി. അപ്പൊ ഇതിന്റെ ബീജഗണിത രൂപം എന്തായിരിക്കും? 4n + 1. എന്താണ്? 4n + 1. ഇവിടെ നോക്കിക്കേ. എന്നിന് 1 കൊടുക്കുക. 1 4 4, 4 1 5. എന്നിന് 2 കൊടുക്കുക. 4 2 8, 8 1 9. ഇത് തന്നെ നമുക്ക് കിട്ടും. അപ്പം 4ന്റെ ഗുണിതങ്ങളോട് 1 കൂട്ടിയതാണ് 5 9 13 15. അപ്പം 4ന്റെ ഗുണിതങ്ങളോട് 1 കൂട്ടുക. അപ്പം ശിഷ്ടം 1 വരണമെങ്കിൽ 1 കൂട്ടണം. ശിഷ്ടം 2 വേണമെങ്കിലോ ഇവിടെ 4ന്റെ ഗുണിതങ്ങളോട് ശിഷ്ടം 2 വേണമെങ്കിൽ 2 കൂട്ടണം. 4ന്റെ ഗുണിതങ്ങളോട് ശിഷ്ടം 3 വേണമെങ്കിൽ 3 കൂട്ടണം. പിന്നെ അതിൽ കൂടുതൽ വരുമോ? ഏതൊക്കെ ശിഷ്ടങ്ങളാ വരാൻ സാധ്യതയുള്ളത്? 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ശിഷ്ടം ഏതൊക്കെയാ വരാൻ സാധ്യതയുള്ളത്? 1 2 3. പിന്നെ 0 ശിഷ്ടം ആകുമ്പോൾ നിശേഷം ഹരിക്കപ്പെടും. 1 വേണമെങ്കിലോ 5n + 1 എന്ന് എഴുതണം. ശിഷ്ടം 2 വേണമെങ്കിലോ 5n + 2. മനസ്സിലായോ? അങ്ങനെ എഴുതാം. 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരുന്ന സംഖ്യകളുടെ ബീജഗണിത രൂപം. എത്രയായിരിക്കും? 4n + 1. എന്താണ്? 4n + 1. ഇനി ഒറ്റ സംഖ്യകളുടെ ബീജഗണിത രൂപം എന്താണ്? ഒറ്റ സംഖ്യകളുടെ വർഗങ്ങളുടെ ബീജഗണിത രൂപം. വർഗങ്ങളുടെ ബീജഗണിത രൂപം. അപ്പൊ ഒറ്റ സംഖ്യകളുടെ ബീജഗണിത രൂപം 2n + 1. അതിന്റെ വർഗം വരുമ്പോൾ 2n + 1 ഹോൾ സ്ക്വയറിന് കിട്ടും. ഇതെടുക്കണം. 2n + 1 ഹോൾ സ്ക്വയർ. ഇനി നമുക്ക് 2n + 1 ഹോൾ സ്ക്വയർ എത്രയെന്ന് കാണാം. 2n + 1 ഹോൾ സ്ക്വയർ സമം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്യുക. 2n-ന്റെ സ്ക്വയർ പ്ലസ് 2 × പ്ലസ് 2 × 2n × 1 പ്ലസ് 1-ന്റെ സ്ക്വയർ. ഇപ്പൊ എത്ര കിട്ടും? 2-ന്റെ സ്ക്വയർ 4, n-ന്റെ സ്ക്വയർ n സ്ക്വയർ പ്ലസ് ഈ 2 4 × n 4n + 1. അപ്പൊ ഇതിനെ നമുക്ക് ഈ രൂപത്തിൽ ആക്കിക്കൊണ്ടുവരണം. എന്താണ്? 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന ഈ രൂപത്തിലേക്ക് ഇതിനെ ആക്കിക്കൊണ്ടുവരണം. അപ്പൊ ഇതിലെ 4n² 4n-ൽ 4 ഉണ്ടല്ലേ. അപ്പൊ ഞാനിത് ഇതിന്ന് 2-ന്ന് പൊതുവായിട്ട് 4 എടുക്കുക. അപ്പം പൊതുവായിട്ട് 4 എടുത്തു കഴിഞ്ഞാൽ എന്താണ് ബ്രാക്കറ്റിനകത്ത് വരിക? 4n² നമുക്ക് 4 × n² എഴുതാം അല്ലെ. 4 പുറത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആരുണ്ട് ബാക്കി? n² ഉണ്ട്. എന്താണ്ട്? n². പിന്നെ രണ്ടാമത്തെ പദം 4n. 4n നമുക്ക് 4 × n എന്ന് എഴുതിക്കൂടെ? എഴുതാം. അപ്പൊ 4 പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? n ഉണ്ട്.
പ്ലസ് 1. നോക്കിക്കേ, +1 +1. അപ്പൊ ഇത് ഏതോ ഒരു സംഖ്യയാണ്. n² + n എന്ന് പറഞ്ഞ ഏത് സംഖ്യ തന്നെ ആവാം. അപ്പം 4ന്റെ ഗുണിതങ്ങളോട് 1 കൂട്ടുന്നു. ഇവിടെ 4ന്റെ ഗുണിതത്തോട് 1 കൂട്ടുന്നു. അപ്പൊ രണ്ടും ഒന്നായിട്ട് വന്നില്ലേ, ഒരേ രൂപമായില്ലേ. അപ്പൊ 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരുന്ന സംഖ്യകളുടെ ബീജഗണിത രൂപവും ഒറ്റ സംഖ്യകളുടെ വർഗങ്ങളുടെ ബീജഗണിത രൂപവും ഒന്നായിട്ട് വന്നു അല്ലേ. അപ്പം ഇതിൽ നിന്ന് നമുക്ക് ഇത് രണ്ടും എന്താണ്, ഏതൊറ്റ സംഖ്യയുടെ വർഗത്തെയും 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 തെളിഞ്ഞു. അപ്പം ഇവിടെ നമുക്ക് 4ന്റെ ഗുണിതങ്ങൾ, 4ന്റെ ഗുണിതങ്ങൾ +1 ഈ രൂപമാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. 4ന്റെ ഗുണിതങ്ങളെ 4ന്റെ ഗുണിതങ്ങളോട് 1 കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ഒറ്റ സംഖ്യകളുടെ വർഗങ്ങളുടെ ബീജഗണിത രൂപം. ഇവിടെ എന്താണ് 4n എന്ന് പറയുന്നത് 4ന്റെ ഗുണിതങ്ങൾ അല്ലെ, 4ന്റെ ഗുണിതങ്ങൾ, 4ന്റെ ഗുണിതങ്ങള് +1 ഇതും ആ രൂപത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഏത് ഒറ്റ സംഖ്യയുടെയും വർഗത്തെ 4 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം 1. വളരെ എളുപ്പമാണ്, മനസ്സിലായല്ലോ. ഇനി ഇതിന്റെ മൂന്നാമത്തെ പാർട്ട്, ഏതൊറ്റ സംഖ്യയുടെയും വർഗത്തെ 8 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന മിച്ചം 1, അതായത് ശിഷ്ടം 1. അപ്പൊ നമുക്ക് ആദ്യം ഒറ്റ സംഖ്യകൾ എഴുതാം. നേരത്തെ ചെയ്ത പോലെ തന്നെ 1, 3, 5, 7, 9. ഇനി ഇവയുടെ വർഗങ്ങൾ, 1ന്റെ വർഗം 1, 3ൻ്റെത് 9, 5ൻ്റെത് 25, 7ൻ്റെ 49, 9ൻ്റെ 89. അപ്പൊ ഏത് ഒറ്റ സംഖ്യയുടെയും വർഗത്തെ 8 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1. അപ്പൊ ഇതിനെല്ലാം നമുക്ക് 8 കൊണ്ട് ഹരിച്ചു നോക്കാം. 9നെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ 1 8 8 ശിഷ്ടം 1. 25നെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ 8 3 24 ശിഷ്ടം 1. 49നെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ 6 8 48 ശിഷ്ടം 1. അപ്പൊ നമ്മൾ എഴുതിയ സ്റ്റേറ്റ്മെന്റ്, ഈ പ്രസ്താവന ശരിയാണ്. എന്താണ്? ഏതൊറ്റ സംഖ്യയുടെയും വർഗത്തെ 8 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം 1. ഇനി 8 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 കിട്ടുന്ന സംഖ്യകളുടെ ബീജഗണിത രൂപം നമുക്ക് കണ്ടെത്തണം. അപ്പൊ ആദ്യം നമുക്ക് 8ന്റെ ഗുണിതങ്ങൾ എഴുതാം. 8ന്റെ ഗുണിതങ്ങള് ഇപ്പൊ 8 വഹിക്കുമ്പോ 8, 4 വഹിച്ചാൽ 4, 3 വഹിച്ചാൽ 3ന്റെ ഗുണിതങ്ങൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. 8ന്റെ ഗുണിതങ്ങൾ 8, 16, 24, പിന്നെ 32 ഇങ്ങനെ പോകും. അപ്പൊ ഈ 8ന്റെ ഗുണിതങ്ങള് 8 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വേണം. അപ്പൊ ശിഷ്ടം 1 വേണമെങ്കിൽ ഇതെല്ലാം ശിഷ്ടം 0 ആയിരുന്നു. 8ന്റെ ഗുണിതങ്ങളെ 8 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ശിഷ്ടം 0. അപ്പൊ ശിഷ്ടം 1 വേണമെങ്കിൽ ഇതിന്റെ കൂടെ 1 കൂടിയിരിക്കണം. ശിഷ്ടം 2 വേണമെങ്കിൽ ഇതിന്റെ കൂടെ 2 കൂടിയിരിക്കണം. ശിഷ്ടം 3 വേണമെങ്കിൽ ഇതിന്റെ കൂടെ 3 കൂടിയിരിക്കണം. ശിഷ്ടം 1 വരുന്ന 8ന്റെ ഗുണിതങ്ങൾ, 8ന്റെ ഗുണിതങ്ങൾ 8 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്നത്. അപ്പം ഇതിന്റെ കൂടെ 1 കൂട്ടുമ്പോൾ 9 വരും, 17 വരും, 25 വരും, 33 വരും. ഇങ്ങനെയാ വരുന്നല്ലേ. അപ്പം 8ന്റെ ഗുണിതങ്ങൾക്ക് നമുക്ക് 8n എന്ന് കൊടുക്കാം. അപ്പൊ ശിഷ്ടം 1 വരുന്ന 8ന്റെ ഗുണിതങ്ങൾ, ഇതിന്റെ കൂടെ 1 കൂട്ടിയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പൊ 8ന്റെ ഗുണിതങ്ങൾ 8n, അതിന്റെ കൂടെ ശിഷ്ടം 1 വേണമെങ്കിൽ നമ്മുടെ ബീജഗണിത രൂപം എന്തായിരിക്കണം? 8n + 1 ആയിരിക്കും. അപ്പം 8 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന സംഖ്യകളുടെ ബീജഗണിത രൂപം. 8 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന
സംഖ്യകളുടെ ബീജഗണിത രൂപം. ബീജഗണിത രൂപം 8n+1. എന്താണ് 8n+1? ഇത് 6 ആണെങ്കിലോ 6 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വേണമെങ്കിൽ 6n+1. 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 വേണമെങ്കിലോ 5n+2. ഇതാണ് അതിന്റെയൊക്കെ ബീജഗണിത രൂപങ്ങൾ. മൾട്ടിപ്പിൾസ് എടുക്കുക, ശിഷ്ടം എത്രയാണോ പറയുന്നത് അത്രയും അതിന്റെ കൂടെ കൂട്ടുക. ഇനി നമുക്ക് ഒറ്റ സംഖ്യകളുടെ വർഗങ്ങളുടെ ബീജഗണിത രൂപം എഴുതാം. ഒറ്റ സംഖ്യകളുടെ വർഗങ്ങളുടെ ബീജഗണിത രൂപം. എത്രയാ? 2n+1 ഹോൾ സ്ക്വയർ. 2n+1 വർഗമായതുകൊണ്ട് സ്ക്വയർ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 4n² + 4n+1. ഇനി നമുക്ക് 4 പുറത്തെടുക്കാം. 4 × n² + n+1 വരും. നമുക്ക് ഏത് രൂപത്തിലാക്കണ്ടേ? 8n+1 എന്ന രൂപത്തിലാണ് ആക്കേണ്ടത്. 8n+1. ഇവിടെ നമുക്ക് 4 × n² + n. അപ്പൊ n² + n നമ്മൾ വിശദമായി പരിശോധിക്കുകയാണെങ്കിൽ അതൊരു ഇരട്ട സംഖ്യയാണ്. ഇതാണ് n² + n ഇരട്ടസംഖ്യയാണ്. n ഞാനിപ്പോ 1 കൊടുക്കാം. അപ്പൊ 1² + 1 എത്ര? 1 1 2. n ഞാൻ 2 കൊടുക്കാം. 2² + 2. 2ന്റെ സ്ക്വയർ 4, 4 2 6. n ഞാൻ 3 കൊടുക്കുക. അപ്പൊ 3² + 3. 3ന്റെ സ്ക്വയർ 9, 9ന്റെ കൂടെ 3 കൂട്ടിയാൽ 12. അപ്പം 4 × n² + n ഇതൊരു ഇരട്ടസംഖ്യയാണ്. ഇതൊരു ഇരട്ടസംഖ്യയാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ ഇരട്ടസംഖ്യയുടെ രൂപമാണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇപ്പൊ n തന്നെ കൊടുക്കണ്ട. ഇരട്ടസംഖ്യയുടെ ബീജഗണിത രൂപം 2n ആണ്. പക്ഷെ ഇവിടെ n ഉള്ളതുകൊണ്ട് ഞാൻ അതിന് k എന്ന് കൊടുക്കുന്നു. അപ്പം 4 ഇതിനെല്ലാം ഞാൻ എന്ത് കൊടുക്കുന്നു? k ആയിട്ട് കൊടുക്കുന്നു. അപ്പം ഇരട്ടസംഖ്യ ഇതിന് 2k എന്ന് കൊടുക്കുന്നു. എന്താ കൊടുക്കുന്നു? 2k എന്ന് കൊടുക്കും. അപ്പൊ നമുക്ക് ഇതിനെ മാറ്റി എങ്ങനെ എഴുതാം? 4 × ഇരട്ടസംഖ്യയാണ് 2k + 1. അപ്പൊ 4 2 8, 8k + 1. ഇവിടെ നോക്ക് 8n+1, ഇവിടെ 8k + 1. അപ്പം k എന്ന് പറയുന്നത് ഒരു ഇരട്ടസംഖ്യയാണ്. ഇരട്ടസംഖ്യയുടെ കൂടെ 1 കൂട്ടുന്നു. അപ്പൊ ഒറ്റ സംഖ്യ. അപ്പം ഇവിടെ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഏതൊറ്റ സംഖ്യയുടെയും വർഗത്തെ 8 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 ആണ്. കണ്ടേ, 8ന്റെ ഗുണിതങ്ങളോട് 1 കൂട്ടുന്നു, 8ന്റെ മൾട്ടിപ്പിൾസിനോട് 1 കൂട്ടുന്നു. 8ന്റെ n എന്ന് പറയുന്നത് എന്താണ്? ഏത് സംഖ്യ തന്നെ ആവാം, അത് ഇരട്ട സംഖ്യയാണ്. അപ്പം n-ന്റെ 8ന്റെ ഗുണിതങ്ങളോട് 1 കൂട്ടും. അപ്പൊ ഇത് 2 ശരിയായി വന്നില്ലേ? ഇത് 2 1 തന്നെയാണ്. ഇതിൽ നിന്ന് നമുക്ക് എഴുതാം, ഏതൊറ്റ സംഖ്യയുടെയും വർഗത്തെ 8 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 ആണ്. ഇതിൽ നമുക്ക് എന്ത് എഴുതാം? ഏത് ഒറ്റ സംഖ്യയുടെയും വർഗത്തെ 8 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 ആണ്. ശിഷ്ടം 1 ആണ്. മനസ്സിലായല്ലോ? അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തീർന്നു. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻ അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, ബൈ.